ഹായ്, വെൽക്കം ടു മൈ ചാനൽ. സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. സ്കൂൾ തുറക്കാൻ പോവാണല്ലോ. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തിയപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. വാങ്ങിച്ച സാധനങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം. അധികമൊന്നുമില്ല, അത്യാവശ്യം വേണ്ടുന്നത് മാത്രമേ ഉള്ളൂ. ബുക്സും കാര്യങ്ങളെല്ലാം ഓൾറെഡി സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും അത് വാങ്ങിക്കേണ്ടി വന്നില്ല. പിന്നെ വേണ്ടുന്ന ബാഗ്, ടിഫിൻ ബോക്സ് പഴയത് തന്നെ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ടത് വാട്ടർ ബോട്ടിൽ, ബോക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ചെറിയ വീഡിയോ അതൊന്ന് കണ്ടാലോ. ആദ്യമേ തന്നെ സ്കൂൾ ബാഗ് കാണിച്ചു തരാം. ഫാബിക്കുട്ടിന് വേണ്ടി വാങ്ങിച്ചതാണ് ബാഗ്. ഇത് 1200 രൂപയ്ക്ക് കിട്ടിയ സഫാരിയുടെ. വാട്ടർ പ്രൂഫാണ്. 1, 2, 3 അങ്ങനെ ഇത്രയും 3 അറകളാണുള്ളത്. ബാഗിന് വേറൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് മഴ നനഞ്ഞു കഴിഞ്ഞാൽ റെയിൻ കവർ ഉണ്ട്. ബാഗിന് റെയിൻ കോട്ട് ഉണ്ട്, അപ്പം അത് കവർ ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇത് തന്നെ ഇവിടെ ഒന്ന് ഇതിന് 1600 രൂപ. ഈ ബാഗ് അത്യാവശ്യം വലിയ ബാഗാണ്. അറകളുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഒത്തിരി പിള്ളേർക്ക് ഓരോ കാര്യങ്ങളൊക്കെ വെക്കാൻ, ബോക്സ്, ടിഫിൻ വെക്കാനായിട്ട്, ഇവർക്ക് സ്നാക്സും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ബുക്സിന് വേറെ, ടെക്സ്റ്റിന് വേറെ, ഇഷ്ടം പോലെ. ഇതെല്ലാം പോരാഞ്ഞിട്ട് റെയിൻ കോട്ടും ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് 3 ഇയറിലേക്ക് പുള്ളി ഉപയോഗിച്ചോളാം അത് പറഞ്ഞേക്കുന്നത്. 3 ഇയറിലേക്ക്. സ്റ്റീലാണ് അതൊക്കെ. ചുമ്മാ പിള്ളേർക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള വാട്ടർ ബോട്ടിലാണ് അവിടെ ഇരിക്കുന്നത്, അവരുടെ മാക്വിൻ്റെ വണ്ടിയുടെ ഷേപ്പിലുള്ള വാട്ടർ ബോട്ടിൽ. ഇതും ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് ഉണ്ടാവില്ലേ കളറ്. ഇച്ചിരി കഴിയുമ്പോൾ കളറെല്ലാം ഉരുട്ടിയും എല്ലാം പോകും. ടിഫിൻ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഒഴിച്ചേറിയൊക്കെ ആയിട്ട് അധികം കൊണ്ടുപോകാറില്ല. വളരെ റെയറായിട്ടേ കൊണ്ടുപോകാറുള്ളൂ. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. പെന്നും പെൻസിലും എല്ലാം ഇവിടെ സ്റ്റോക്കാണ്. എന്നാലും പോയപ്പോൾ വാങ്ങിച്ചു. ഒരു മാർക്കർ. അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് ഇത്. A4 സൈസ് പേപ്പർ ഇഷ്ടംപോലെ വേണം. അസൈൻമെൻറ്റ്സ് എഴുതാനുണ്ട് 2 കൂട്ടർക്കും കണ്ട്. അതിൽ കുറച്ച് മാത്രം ലൈനിൽ വാങ്ങിച്ചു. ചില ബുക്സ് മാത്രം അവരുടെ സ്കൂൾ കവർ ഇല്ലാതെ വരുന്നുണ്ട്. അത് നമ്മൾ തന്നെ ഈ അഡീഷണൽ ഒക്കെ വാങ്ങിക്കേണ്ടി വരുന്ന ബുക്കുകളുണ്ടല്ലോ, അങ്ങനെ വരുന്ന ബുക്കുകൾക്കൊക്കെ ചിലപ്പോൾ നെയിം സ്ലിപ്പ് ഒന്നും ഉണ്ടാവില്ല. അതിനുവേണ്ടി മാത്രം ജസ്റ്റ് പ്ലെയിൻ കാർട്ടൂൺ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാർട്ടൂൺ ഒന്നും വേണ്ട അവർക്ക്. പിന്നെ അത്യാവശ്യം വേണ്ട സാധനമായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അതൊന്ന് വാങ്ങിച്ചു. ഇത് 80 രൂപ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ 80 ഒന്നുമില്ല, അതിൽ താഴെ അവർ വാങ്ങിച്ചുള്ളൂ. 55-60 അങ്ങാണ്ടാണ്. തൊടുപുഴ പീലിയാനിക്കിലെ തന്നെ വാങ്ങിച്ച ബോക്സ് ഇത് 120. നമ്മൾ അത്യാവശ്യം എക്സ്പെൻസ് ആയിട്ട് വാങ്ങിച്ചേക്കുന്ന സാധനങ്ങൾ സ്കൂൾ ബാഗും ഷൂ ആണ്. ഷൂ അത് ഫുൾ ടൈം തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഒരു ദിവസം ആഴ്ചയിൽ 5 ദിവസം തന്നെ ഉപയോഗിക്കും, അല്ലെങ്കിൽ സാറ്റർഡേ ഉണ്ടെങ്കിൽ സാറ്റർഡേ ഉപയോഗിക്കും. ഏകദേശം 1 ഇയറിലോളം കണ്ടിന്യൂസ് അത് ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇട്ടുകൊണ്ട് നടക്കേണ്ടതല്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഷൂ വാങ്ങി. ബാറ്റയുടെ അത് തന്നെ ആൻറ്റി ബാക്ടീരിയൽ ആണൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. എന്നാലും 849 രൂപയൊക്കെയാണ് പറഞ്ഞെങ്കിലും, പക്ഷെ അവർ 600 സംതിങ് രൂപയാണ് ഈ ഷൂവിനൊക്കെ. അവിടെ നിന്ന് തന്നെ ഫെലിക്സിന് ഈ കാലിന് അലർജി ഉള്ളതുകൊണ്ടിട്ട് സോക്സിൻ്റെ അതേ കളറിൽ ഞാൻ കോട്ടൻ്റെ നല്ല 3 സോക്സ് അവിടെ നിന്ന് വാങ്ങിച്ചു. ഈ അവിടുത്തെ പോളിസ്റ്റർ ടൈപ്പുള്ള സോക്സ് ഇട്ട് കഴിയുമ്പോൾ മൂത്തയാൾക്ക് നല്ല ചൊറിച്ചിൽ വരാൻ തുടങ്ങും. പിന്നെ അതിങ്ങനെ കുരുക്കൾ പോലെ ഭയങ്കര, പിന്നെ അത് ഷൂ ഇടാനേ പറ്റില്ല. പിന്നെ നമുക്ക് സാൻഡിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫെലിക്സിന് വേണ്ടി മാത്രം, അത് അധികം ഡിസൈനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള വാങ്ങിച്ചു. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇത്രയും സാധനം ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ, തീർന്നു. മുമ്പ് വാങ്ങിച്ചത് 2 വർഷത്തോളം ഉപയോഗിച്ചായിരുന്നു, മൂത്തയാൾക്ക് ബാറ്റയുടെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ വാങ്ങിച്ചത് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും.
ഇനിയിപ്പോൾ അതുകൊണ്ടിട്ട് വലിയ നഷ്ടമൊന്നും പറയാനില്ല. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.